കരയല്ലടാ ഷിൻജാനെ, മാമന്റെ പൊന്ന് കരയല്ലടാ. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, നിങ്ങൾക്ക് മതിയായില്ലേ ഉണക്കറൊട്ടി കഴിച്ചിട്ട്? ഏത് നേരം എപ്പോഴും ഈ ഹോട്ടൽ ഫുഡ് മാത്രം. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്കിത് മടുത്തത്. ഷിൻജാനെ, നിന്നെ പോലെ തന്നെ എന്റെ അവസ്ഥ. ഞാൻ ഈ സാധനം നോക്കിക്കൊണ്ടിരിക്കുന്ന എത്ര നേരം നോക്കി മനുഷ്യനോട്ട് കഴിക്കാൻ വേണ്ടി വന്നുള്ള ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ഭായ്, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ എന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് എത്ര നാളെ നമ്മൾ ഈ ഉണക്ക ഫുഡ് കഴിക്കണേ. നിങ്ങൾക്കറിയോ, നമുക്കൊരു പൊട്ട്, ഒരു കടല, ഒരു പരിപ്പേറി, ഒരു മുട്ടക്കറി, ഒരു അപ്പം. ഫ്രാങ്ക്ലിൻ ഭായ്, എത്ര നാളായി നമ്മൾ അതൊക്കെ കഴിച്ചിട്ട്. ഫ്രാങ്ക്ലിൻ ഭായ്, ശരിയാടാ ഷിൻജാനെ, നീ പറഞ്ഞത് കറക്റ്റാ. നമുക്ക് എന്തായാലും അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. നമ്മളപ്പോ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ സാധനം കഴിക്കാനും തോന്നണില്ല. ഒരുമാതിരി പൊട്ട ഭക്ഷണമാണ്. ഏത് നേരം ഇത് കഴിച്ച് കഴിച്ച് മനുഷ്യന്റെ വയറ് വയ്യാണ്ടാണ് ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ഭായ്, എന്റെ അടുത്തൊരു കിടിലൻ ഐഡിയ ഉണ്ട്. വേറൊന്നുമല്ല, നമുക്കൊരു കുക്കിനെ വെച്ചാലും. ഒന്ന് പോടാ ഷിൻജാനെ, പിന്നെ കുക്കിനെ വെക്കാനുണ്ട്. അതൊക്കെ ഭയങ്കര പണിയാണ്. ഇങ്ങനെ ഒരു കൊത്ത് കിട്ടുന്ന ഒരാളെ നമുക്ക് കിട്ടില്ല ഷിൻജാനെ. ഭയങ്കര പണിയാണ് കിട്ടാനായിട്ട്. ഇക്കാലത്ത് ഒരു കളക്ടറിനെ കിട്ടും, പക്ഷെ ഒരു കുക്കിനെ കിട്ടാൻ ഭയങ്കര പണിയാണ് ഷിൻജാനെ. അങ്ങനെ പറയാണ്ടിരിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഈ ഫുഡ് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ പോലെ നമ്മുടെ നാടനായിട്ടുള്ള നല്ല അടിപൊളി ഇച്ചിരി പുട്ട്, ഇത്തിരി കടല, ഒരു പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് തിന്നാൻ എനിക്ക് കൊതിയാവുന്നു ഷിൻജാനെ. എന്നാ പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ്, ഒന്നും നോക്കല്ല, നമ്മളൊരാളെ വെക്കുന്നു, നമ്മള് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, ആള് വരുന്നു, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. മോനെ ഷിൻജാനെ, നീ എന്തായാലും ഇപ്പൊ തൽക്കാലം അത് കഴിക്കടാ. പാമന്റെ പൊന്നുമോനത് കഴിക്കും. നാളെ തന്നെ എന്തായാലും നമ്മ പത്രത്തിൽ പരസ്യം കൊടുക്കും ഷിൻജാനെ. നിനക്ക് എന്തായാലും നല്ല കിടിലം ഫുഡ് വെച്ചുണ്ടാക്കുന്ന ഒരാളെ നമ്മൾ എന്തായാലും കണ്ടെത്തും ഷിൻജാനെ. നീ ധൈര്യമായിട്ടിരിക്കും. അത് മതി എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് മടുത്തി സാധനം കഴിച്ചിട്ട്. അയ്യോ, നമ്മള് നാളെ പത്രത്തിൽ പരസ്യം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് നോക്കണ്ട, ഇന്ന് തന്നെ ചെയ്യണം. കാരണം നമുക്ക് നാളെ രാവിലെ മര്യാദക്കുള്ള ഫുഡ് കഴിക്കാം, അല്ല ഷിൻജാനെ? ഇവിടെ ആകുമ്പോ ഒരു ലേബർ സപ്ലൈയുടെ ഏതൊരു ഓഫീസാണെന്ന് തോന്നണോ. ഇതിവിടെ തന്നെ. യെസ്, ഇത് ഈ കോംപ്ലക്സിനകത്ത് ഇതാ ഇവര് തന്നെ അതിന്റെ ആൾക്കാർ. നമുക്ക് ഇവരോട് ഇന്ന് ചോദിച്ചു നോക്കാം. ഹായ് ഹായ് ഹലോ ഏട്ടാ, ഹായ്. എന്താണ് നിങ്ങളുടെ പേര്? പറയൂ. എന്റെ പേര് ഫ്രാങ്ക്ലിൻ, ഇത് ഷിൻജാൻ. ഞങ്ങൾക്ക് ആക്ച്വലി വീട്ടിലൊരു കുക്ക് വേണമായിരുന്നു. ഞങ്ങൾക്കൊരു കിടിലൻ കുക്കിനാണ് ആവശ്യം. നാടൻ ഭക്ഷണങ്ങളായ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിക്കണം. ഏതായാലും കലക്കിയടാ മോനെ. കാരണം നമ്മുടെ ഒരു കിടിലൻ കുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പേരെ ഞാൻ നാളെ അങ്ങോട്ട് വിടാം. നീ ഒന്ന് ഇന്റർവ്യൂ തന്നെ ചെയ്യ്. ഇന്റർവ്യൂ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാല് ഷിൻജാനെ, നിനക്ക് ഓക്കെ ആണോ ഇന്റർവ്യൂ ചെയ്യല്? ഇന്റർവ്യൂ ചെയ്തെടുക്കണം നല്ലത്. കാരണം നമുക്ക് നല്ല ആളെ സെലക്ട് ചെയ്യാല്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കേട്ടോ. അപ്പൊ നാളെ ആളെ എന്തായാലും മറക്കാതെ വിടണേ. ആ കാര്യം ഞങ്ങൾ ഏറ്റു മക്കളെ. The next day. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, സൂര്യമുഖം, പുതിയ മുഖം. എന്താണ് ഷിൻജാൻ, എന്താ പറ്റിയത്? ഏതാൾക്കാര്? ഞാൻ പേടിച്ച് ഗിറ്റാർ ഇട്ട് പൊട്ടിയെന്നാ ഗിറ്റാർ. നീ എന്താ ഇത്ര വലിയ ആന കാര്യം ഷിൻജാനെ? ഷിൻജാനെ, ഞാനത് മറന്നട ഷിൻജാനെ. എന്നോട് ക്ഷമിക്ക്, ഞാൻ പാട്ട് പാടിയെന്ന് പോയി. ഷിൻജാനെ എന്നാ വാടാ, നമുക്ക് ഇപ്പൊ തന്നെ അവരെ കാണാടാ ഷിൻജാനെ. വന്നട ഷിൻജാനെ, പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ആൾക്കാര്. നമുക്ക് ആൾക്കാരെ പോയി വേഗം പോയി നോക്കാം. വേഗം എങ്ങനത്തെ ആൾക്കാരാന്ന് അറിയണമല്ലോ. നല്ല ആൾക്കാരായിരിക്കുമല്ലോ ഷിൻജാനെ. നമ്മളോടത്തെ ഏജൻസി എന്തായാലും നല്ല ആളല്ലേ തരുള്ളൂ ഫ്രാങ്ക്ലിൻ ഭായ്. ഹലോ 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 ഏട്ടാ. ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട്? ഹായ് മക്കളെ. ചേട്ടാ എന്തൊക്കെയുണ്ട്? സുഖമാണ് ഏട്ടാ. അങ്ങനെ പോണ പോലെ സുഖം. നിങ്ങളുടെ പേരെന്തൊക്കെയാ? നമ്മുടെ പേര് റഷീദ് എന്നാണ് പോലെ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അലിൻജോസ് പെരേര എന്നാണ്. ഞാൻ അടിപൊളി കുക്കാണ്. ഓ, അപ്പൊ രണ്ടുപേരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. നമുക്കൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയമുണ്ടോ? നമ്മക്ക് എന്ത് ഭയം പോലെ. നമ്മളിതിന്റെ അപ്പുറത്തെ കളിയാക്കളല്ലേ. റഷീദ്ക്കാരെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. റഷീദ്ക്ക് ഇതിന്റെ അപ്പുറത്തെ കളി കളിച്ചതാണ്. എന്നെ പിന്നെ നോക്കണ്ട, ഞാൻ അലിൻജോസ് പെരേരാണ്. എനിക്കൊന്നും പറയാനില്ല. കിടിലാണ് ഞാൻ. എന്റെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടല്ല നിങ്ങളോടൊന്ന് കരയൂടെ കിടന്നു. എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പോലെ. നമ്മള് പൊറോട്ട ഇറച്ചിയുടെ ആളാണ് പോലെ. ഇക്ക അതൊക്കെ ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ്, ഞാൻ ഒന്ന് പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അല്ല ശരി? ഞങ്ങളൊരു 5 മിനിറ്റ് ഫ്രാങ്ക്ലിൻ ഭായ് റെഡി ആയിട്ട് വേഗം വരട്ടെ. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇന്റർവ്യൂ എടുക്കാം. ഓക്കെ പോലെ. ഷിൻജാനെ, അപ്പൊ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങല്ലടാ? അതന്നെ ഫ്രാങ്ക്ലിൻ ഭായ്, ഇനി തുടങ്ങാൻ 5 സമയങ്ങളെയല്ല. എന്നാ പിന്നെ നമ്മുടെ ചെസ്റ്റ് നമ്പർ 1 വിളിക്കണം ഷിൻജാനെ. ചെസ്റ്റ് നമ്പർ 1 റഷീദ് ക, പ്ലീസ് കം. എത്തി മക്കളെ. അള്ള അതിവിടെ പട്ടിയുള്ളത്. വേഗം വാ. അയ്യോ, പെട്ടതാവട്ടെ മക്കളെ. ഇക്ക എത്തിയടാ. നിങ്ങ രക്ഷപ്പെട്ടട പോലെ. ഇക്ക വന്ന മക്കളെ. ഇനി നിങ്ങൾക്ക് കിടിലം ഭക്ഷണങ്ങൾ ഇക്ക വെച്ചേരും മക്കളെ. അതൊക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങിയാലേ. ഇക്ക എപ്പോഴേ റെഡി മക്കളെ. അപ്പൊ റഷീദിക്ക, ഫസ്റ്റ് ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു? ശരി, ഹലാക്കിലെ ചോദ്യം ചോദിക്കണാണ് നമുക്ക്. നമ്മളിവിടെ ഇന്റർവ്യൂലോ? അതല്ല റഷീദിക്ക, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം എന്താണെന്നാണ് ഫ്രാങ്ക്ലിൻ ഭായ് ചോദിച്ചത്. അത് നമ്മൾ ഇതിന് മുമ്പ് താജ് ഹോട്ടലിലായിരുന്നു.
ഞമ്മക്ക് അവിടെ നിന്ന് പെട്ടെന്നൊരു പ്രമോഷൻ കിട്ടി. പക്ഷെ അതൊക്കെ ദുബായിലോട്ടാണ്. അപ്പൊ ഞമ്മക്കത് പോവാൻ താല്പര്യമില്ലാണ്ടായി കഴിഞ്ഞപ്പോ ഞമ്മള് പോയില്ല. അതുകൊണ്ട് ഞമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആവുമ്പോ ഒരു വീടാണല്ല, നമുക്ക് സുഖമായിട്ടൊക്കെ പോകാം. അത് മാത്രമല്ല മക്കളെ, ഞമ്മക്ക് പൊറോട്ട ഇറച്ചിയൊക്കെ അറിയാണ്ട് നന്നായിട്ട് വെക്കാനായിട്ട്. പൊറോട്ട ഇറച്ചിയാണ് മക്കളെ നമ്മുടെ മെയിൻ. ഞമ്മളൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഞമ്മക്ക് പോലും കിട്ടൂല മക്കളെ. അപ്പൊ റഷീദിക്ക, അടുത്ത ചോദ്യം ഇതാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വെക്കാൻ അറിയാം? എന്റെ പുള്ളെ, ഞമ്മക്ക് വെക്കറിയണോ ചോദിച്ചാൽ നീ ഞെട്ടു. നമുക്ക് പുട്ട്, മുട്ട റോസ്റ്റ്, മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി, റോസ്റ്റ്, ഒലർത്ത്, ചെമ്മീനൊലത്തിയത് എല്ലാം വെക്കറിയാം മക്കളെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്റെ അപ്പവും കടലക്കറിയും കുറുമക്കറിയൊക്കെ മെയിനാണ് പോലെ. നിങ്ങളെ ഞമ്മളെല്ലാം തീറ്റിപ്പിക്കും നമ്മള് വന്നു കഴിഞ്ഞ. മാത്രമല്ല ഞമ്മക്ക് നിന്നെ പിന്നീതായിട്ട് ഇഷ്ടമായിട്ട പുള്ളേ. ഫ്രാങ്ക്ലിനെ മോനെ. അയ്യേ, ഇക്ക എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഇക്ക അത് മനുഷ്യനല്ലേ പുള്ളേ, ആർക്കാണ് വികാരമില്ലാത്ത? ഫ്രാങ്ക്ലിൻ ബൈ, ഇത് പണിയാൻ തോന്നണട്ടോ. റഷീദിക്ക വേറെ മൂഡ്. ഓക്കെ ഇക്കൊക്കെ അപ്പൊ ചെല്ലി. അപ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞ് ഇങ്ങനെ എന്തായാലും വിളിക്കാം. മക്കളെ നമ്മളെ വിളിക്കാതിരിക്കല്ലോട്ടാ, വീട്ടിലും കുക്കാണ് ഞമ്മള്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പൊറോട്ട ഇറച്ചി മേടിച്ചാലേ ഞമ്മള് വേണമെങ്കിൽ. ഈ പറയണത് റഷീദ് കേടാ. ശരി, അപ്പൊ ഇക്ക പോയിട്ട് വാ. തൽക്കാലത്തേക്ക് ഞമ്മള് പോണിട്ട് പുള്ളേ. പോയിട്ട് ഞമ്മള് വരുമെന്താണെങ്കിലും കേട്ടാ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബൈ, റഷീദിക്ക നമ്മളെ പേടിപ്പിച്ചത് കേട്ടാ. ഞമ്മള് ഇങ്ങനെ പറയണത്? അല്ല, ഇക്ക വന്ന് സംസാരിച്ചപ്പോ ടോൺ മാറിപ്പോയത്. ഞമ്മളെന്നൊക്കെ പോയാ ഫ്രാങ്ക്ലിൻ ബൈ, ടൈങ്ങളല്ലേ, അടുത്ത ആളെ വിളിക്ക്. ജസ്റ്റ് നമ്പർ 2 അലിൻ ജോസ് പെരേര, പ്ലീസ് കം. പെട്ടെന്ന് വാ. ഹലോ മിസ്റ്റർ അലിൻ ജോസ് പെരേര, എന്തൊക്കെയുണ്ട്? നിങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് ഡ്രസ് മാറി? ഞാൻ ഡ്രസ് മാറി അവിടെ തന്നെ ഇന്റർവ്യൂ ഒക്കെ അല്ലേ, അപ്പൊ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ അലിൻ ജോസ് പെരേര, എന്താണ് നിങ്ങളുടെ വന്നതിന്റെ ഉദ്ദേശം? നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പെർഫോമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഡാൻസ് വേണേ കളിക്കാം. മിസ്റ്റർ അലിൻ ജോസ് പെരേര, ഡാൻസ് കളിക്കുന്നല്ല നിങ്ങളിവിടെ വിളിച്ചത്. നിങ്ങളിവിടെ ഷെഫായിട്ടാണ് വിളിച്ചത്. ഞാൻ എന്താണ് വന്നവന്മാരൊക്കെ ഇങ്ങനെയാണല്ലോ ചേട്ടാ, നിങ്ങൾക്ക് എന്തൊക്കെ വെക്കാറിയാം? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വെക്കാൻ അറിയില്ല, പക്ഷെ നന്നായിട്ട് പാര വെക്കും. ഫ്രാങ്ക്ലിൻ ബൈ, നമ്മള് മെന്റൽ ഹോസ്പിറ്റലിലാണോ വീട്ടിൽ ആളവിടെ വന്നൊരുത്തൻ റഷീദിക്ക് വേറെ ടൈപ്പ്, വേറൊരുത്തൻ വന്നേക്കണത് വേറെ ടൈപ്പ്. എന്റെ ഫ്രാങ്ക്ലിൻ ബൈ, നമ്മള് പെട്ട. നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നതിന് മുന്നേ ആളെ റിജക്ട് ചെയ്യല്ലേ? എന്നെ നിങ്ങള് അലിൻ ജോസ് പെരേര എന്നല്ല വിളിക്കുന്നത്, നിങ്ങൾ എന്നെ LJP എന്നാണ് വിളിക്കേണ്ടത്. എന്നാ മിസ്റ്റർ LJP, ഞങ്ങളെ ഒന്ന് എംബ്രസ് ചെയ്യിക്കൂ. ഞാൻ ചെയ്യിപ്പിക്കും. അതല്ലേ പറയുന്നത്, ചെയ്യൂ. ഞങ്ങളെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കൂ, നോക്കട്ടെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഞാൻ എന്താ തുടങ്ങി. എന്റെ ഡാൻസ് കണ്ടോ, എനിക്ക് നന്നായിട്ട് ഫുഡ് വെക്കാൻ അറിയാം. പൊട്ടക്കറി, അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി, അതുപോലെ തന്നെ എല്ലാ കറികളും ഞാൻ നല്ല സൂപ്പർ ആയിട്ട് വെക്കും. അലിൻ ജോസ് പെരേര സൂപ്പർ സ്റ്റാർ. പൊട്ടക്കറി, ചിക്കൻ കറി, മീൻ കറി, മീൻ വറുക്കും, എല്ലാം ഞാൻ ചെയ്യും. അലിൻ ജോസ് പെരേര. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വെച്ച് തരും. സൂപ്പറായിട്ട് വെക്കും. അലിൻ ജോസ് പെരേര സൂപ്പറായിട്ട് വെക്കും, നൈസായിട്ട് വെക്കും. ഇഷ്ടപ്പെട്ടാൽ എന്നെ നിങ്ങളെടുത്തോളൂ. എന്താണ് ഞാനിത്? എനിക്ക് ലാപ്ടോപ്പിൽ ഞാൻ മുഖം മാറ്റുള്ള. എനിക്കറിയാൻ പാടില്ല ഫ്രാങ്ക്ലിൻ ബൈ, നമ്മള് മെന്റൽ ഹോസ്പിറ്റലാണ് പോയത്. എനിക്ക് ഉറപ്പാണ്. ഫ്രാങ്ക്ലിൻ ബൈ, അവൻ തുള്ളി നമ്മുടെ ചെടിച്ചെടിയൊക്കെ വളർത്തിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി ഫ്രാങ്ക്ലിൻ ബൈ. മിസ്റ്റർ അലിൻ ജോസ് പെരേര, നിങ്ങളുടെ പെർഫോമൻസ് വളരെ അടിപൊളിയായിരുന്നു. നിങ്ങൾ തുള്ളി ഒരുപാട് ബാക്കിലേക്കും പോയിരിക്കണം. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച മിസ്റ്റർ LJP, നിങ്ങൾ സൂപ്പർ സ്റ്റാർ തന്നെ. നിങ്ങൾ എന്തായാലും പോയിക്കോ, നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കും. നിങ്ങളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുക്കിംഗ് അറിയാം, നിങ്ങൾ പാട്ടിലൂടെ പറഞ്ഞല്ലോ, അതും കലക്കിയിട്ടുണ്ടായിരുന്നു മോനെ. ഓ, അപ്പൊ എന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തല്ലേ? അത് മതി എനിക്ക്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് എന്തായാലും 1 വീക്ക് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ എന്തായാലും വിളിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് പോകുന്നു. അപ്പൊ ശരിയെന്നാ, ഓക്കെ ഗൈസ്, ബൈ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബൈ, ഇവിടെ എന്തൊക്കെ നടക്കണം? എനിക്കൊരു പിടിയാണ് എന്റെ ഷിഞ്ചാനെ. ഏതോ ഒരു പ്രാന്തന്മാരൊക്കെ വീട്ടിൽ കയറി വന്നിട്ട് ഷെഫാണെന്നും പറഞ്ഞു. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബൈ, എനിക്ക് തോന്നണത് പോയത് തെറ്റായ സ്ഥലത്താന്ന് തോന്നുന്നു. നമ്മുടെ പുട്ടും കടലയൊക്കെ തിന്നാനുള്ള ആഗ്രഹം പ്രാന്തന്മാരെയൊക്കെ ഉള്ള ദൈവം വീട്ടിൽ വിളിച്ചിട്ട്. ഓട്ടോ ഷിഞ്ചാനെ, നമുക്ക് ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നമുക്കുള്ള ആളെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. വേറെ വഴിയില്ല കേട്ടാ. നീ ടെൻഷൻ അടിക്കണ്ട ഷിഞ്ചാനെ. യെസ് മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഹലോ ചേട്ടാ, ചേട്ടാണോ ഫ്രാങ്ക്ലിൻ ചേട്ടാ? അതെ ഞാനാണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഞാൻ നിങ്ങളോട് ഇവിടെ പുതിയ വേലക്ക് വരാൻ വേണ്ടി വന്ന ആളാ. ജോലിക്കാരിയായിട്ട് പുതിയ ആള് വന്നാണോ കുട്ടി?
ഫ്രാങ്ക്ലിൻ ബൈ നിങ്ങൾ എന്താണ് ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കണത്? നേരെ നിങ്ങൾ സംസാരിക്കും ഫ്രാങ്ക്ലിൻ ബൈ. ചേട്ടാ എന്നെ എന്റെ ഒരു ഏജൻസി പറഞ്ഞു വിട്ടതാ ചേട്ടാ, നിങ്ങളുടെ വീട്ടിലെ ആളെ വേണോന്ന് പറഞ്ഞിട്ട് ജോലിക്ക്. ഞാൻ നന്നായിട്ട് ജോലിയൊക്കെ എടുക്കും ചേട്ടാ, എനിക്ക് സൂപ്പറായിട്ട് എല്ലാം വെക്കാനും അറിയാം. കുട്ടി ആക്ച്വലി ഞങ്ങളൊരു പെൺകുട്ടീനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം വേറൊന്നുമല്ല, ആണുങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടി. അതുകൊണ്ട് ഞങ്ങളൊരു പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ കറക്റ്റ് ആയിട്ട് കുട്ടി വന്നു കേട്ടോ. അല്ല ചിഞ്ചാനെ? അതെ അതെ ഫ്രാങ്ക്ലിൻ ബൈ. ഫ്രാങ്ക്ലിൻ ബൈ കോഴി കാണിക്കില്ല, നിർത്തി. സാറേ അപ്പൊ എങ്ങനെയാ കാര്യം? ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടിക്ക് എന്ത് ഇന്റർവ്യൂ? കുട്ടീനെ നമ്മള് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ബൈ ഇന്റർവ്യൂ എടുത്തിട്ട് അപ്പോയിന്റ് ചെയ്താൽ പോരെ? ഒന്ന് പോറ ചിഞ്ചാനെ, നിനക്ക് അങ്ങനെയൊക്കെ പറയാ. പെൺകുട്ടിയാണ്. കുട്ടി എവിടെന്നാ വരുന്നേ ഇപ്പൊ? ഞാനങ്ങ് ദൂരെന്നാ, എന്റെ വീട് ഒരുപാട് ദൂരെയാ, ഞാൻ ഒറ്റയ്ക്കാവുന്നത്. ഓ അതെയല്ലേ കുട്ടി? എന്നാ കുഴപ്പമില്ല കുട്ടി. എന്നാ പിന്നെ കുട്ടീനെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ കുട്ടി എന്തായാലും അകത്തോട്ട് ചെന്ന് സാധനങ്ങളൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കും കുറച്ചു നേരം കേട്ടോ. ആ ഓക്കെ മുതലാളി. പിന്നെ ഈ മുതലാളി എന്നുള്ള വിളിയൊന്നും വേണ്ട, അതൊക്കെ ക്ലീശയല്ലേ. ഏത് എന്നെ ഫ്രാങ്കിന്ന് വിളിച്ചാ മതി. ഓ ഓക്കെ ഫ്രാങ്കി, എല്ലാം പറഞ്ഞ പോലെ. ഈ ഫ്രാങ്കി ഒരു ഫണ്ണി ആട്ടോ. മോന്റെ പേരെന്താ? എന്റെ പേര് ഷിൻജാൻ എന്നാണ്. ചേച്ചിയുടെ പേരെന്താ? ആ ബൈ ദ വേ, ഞാൻ എന്റെ പേര് പറഞ്ഞില്ലേ, എന്റെ പേര് ഭവാനി. കുട്ടി അപ്പൊ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് അമ്മയെ സഹായിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ കുട്ടി. ഇനിയിപ്പോ എല്ലാം കുട്ടിയുടെ ഇഷ്ടം പോലെ. കുട്ടി എന്തായാലും അകത്തേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ കുട്ടി, അപ്പൊ ടേക്ക് റെസ്റ്റ് കുട്ടി. ഓക്കേ ഫ്രാങ്ക്ലിൻ ബൈ പൊട്ടം പുഷ്പിക്കണോടൊന്നും പുഷ്പിക്കല്ലേ. ഷിൻജാനെ, എടാ നമുക്കല്ല കിടിലൻ കുക്കിനാണ് കിട്ടിയേക്കണ ഷിൻജാനെ. നമ്മൾ രക്ഷപ്പെട്ടടാ. ഫ്രാങ്ക്ലിൻ ബൈക്ക് ആ പെൺകുട്ടിനെ വല്ലാണ്ട് ബോധിച്ചെന്ന് തോന്നണം. എടാ എനിക്ക് ബോധിച്ചോണ്ടല്ലടാ ഷിൻജാനെ, പക്ഷെ കൊള്ളാം, നല്ല കുട്ടിയല്ലടാ. നീ ഇങ്ങ വന്നേ, നമുക്ക് ആ ടേബിളൊക്കെ പിടിച്ച് മാറ്റിയിടാം. എന്നിട്ട് ദേ കുട്ടീടെ അടുത്ത് എന്നിട്ട് അതിൽ ഉണ്ടാക്കാൻ പറയാം. കുട്ടി കിടന്നായിരുന്നോ? ഇല്ല മുതലാളി, പറയൂ. മുതലാളിന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഫ്രാങ്കി? ഫ്രാങ്കി പറയൂ. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അർജന്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കോ? ഷിൻജാനെ നിനക്ക് എന്താ വേണ്ടത്? ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് പിസ വേണ്ട, അല്ലാണ്ട് വേറെ എന്തെങ്കിലും വല്ല അപ്പോ മുട്ട റോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ. കുട്ടി ഒരു അപ്പം ഇത്തിരി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തരുമോ? ആ മുതലാളി, ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. നീ കണ്ടാടാ ഷിൻജാൻ, എന്ത് പാവം കുട്ടിയാ നീ. കണ്ടാടാ ഷിൻജാൻ, നീ ഈ കുട്ടീനെയാണ് വെറുതെ അനാവശ്യമായിട്ട് കണ്ട പാവം. നമുക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു വന്നേ ഉള്ള അവള്, എന്നിട്ട് അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാ അത്രക്ക് നല്ല കുട്ടിയാണ്ട് ആടെ ഷിൻജാനെ നമുക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനെയാണ് എനിക്കറിയാം. ഇയാൾക്ക് പണ്ടേ പെണ്ണുങ്ങളെ കാണുമ്പോ ഭയങ്കര ഇളക്കമുള്ളതാണ്. തന്റെ കോഴിത്തരം മാറ്റില്ല ഫ്രാങ്ക്ലിൻ ബൈ. ഷിൻജാനെ നീ വെറുതെ മാവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലട്ടാ. എന്തെങ്കിലും ആവട്ടെ, വായിക്ക് നിറച്ച് രുചിയായിട്ട് എന്തെങ്കിലും ഇനി കഴിക്കാല്ല. ഏത് അപ്പടെ മോനെ ഷിൻജാനെ, നീ അപ്പൊ ഭവാനി ചേട്ടൊക്കെ ഇരിക്കും. ഞാൻ അപ്പോഴേക്കൊന്ന് പോയിട്ട് കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. കുറച്ച് അരി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ ഞാൻ പോയി മേടിച്ചിട്ട് വേഗം വരാം. ആ കാര്യം ഞാൻ ഏറ്റു ഫ്രാങ്ക്ലിൻ ബൈ. അവിടെ ഷിൻജാനെ, നീ വേണമെങ്കിൽ പൊക്കത്ത് പോയി കുറച്ചു നേരം TV ഉണ്ടോ? ചെല്ലി. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. അങ്ങനെ ഫ്രാങ്ക്ലിൻ ബൈ പോയി. അപ്പോഴേക്കും നമുക്ക് എന്തായാലും അകത്ത് വരുത്തിട്ട് TV ആണ്. ഭവാനിയേച്ചി എവിടെയാണോ എന്തോ. ഭവാനിയേച്ചി, ഭവാനിയേച്ചി, ഓ ഭവാനിയേച്ചി എവിടെയാവോ? ഭവാനിയേച്ചിയുടെ അടുത്ത് കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കാം. ഭവാനിയേച്ചി,